നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടി 2 ഗോളുകൾ വഴങ്ങി പരിക്ക് പറ്റി എമി മാർട്ടിനസിന് ഇന്നലെ ഒരു ദുരന്ത ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സൺഡേ ആയിരുന്നു. നമ്മൾ അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്ക് അത് അത്ര അങ്ങ് ദഹിക്കില്ല. അയാൾ ലോക ചാമ്പ്യനാണ്, അയാളുടെ വീഴ്ച കാണാൻ നീ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ അത് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് കൊടുത്ത ടൈറ്റിലാണ് എ ബ്ലാക്ക് ആഫ്റ്റർനൂൺ ഫോർ എമി മാർട്ടിനസ് എന്ന്. അപ്പോൾ പിന്നെ അർജന്റീനക്കാർക്കില്ലാത്ത ഒരു ഭക്തി ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. അവർ തന്നെ കൊടുക്കുന്നു, ഇത് ഒരു ബ്ലാക്ക് ആഫ്റ്റർനൂൺ ആയിരുന്നു, ഇരുണ്ട ആഫ്റ്റർനൂൺ ആയിരുന്നു അദ്ദേഹത്തിന് എന്ന് പറയുന്നു. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മളത് ബ്ലാക്ക് സൺഡേ എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവർ വീണ്ടും പറയുകയാണ്, 2 ഗോള് കൺസീഡ് ചെയ്തു. ഈ കൺസീഡർ 2 goals, മെയ്ഡ് 2 mistakes. അത് ഓൾമോസ്റ്റ് കളി കൈവിട്ടു പോകുന്ന തരത്തിലുള്ള മിസ്റ്റേക്സ് ആയിരുന്നു. ആൻഡ് വാസ് ഇഞ്ചോർഡ് അറ്റ് ഹാഫ് ടൈം എന്നാണ് TYC സ്പോർട്സിൻ്റെ ടൈറ്റിൽ. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്കൊന്നും ഇവിടെ അർജന്റീനക്കാർക്കുള്ളതിനേക്കാൾ അർജന്റീനയോട് ഇത് കാണിക്കേണ്ട കാര്യമില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ കാര്യത്തിലേക്ക് പറയാം. ഇന്നലെ ചെൽസിയോട് ആസ്റ്റൺ വില്ല തോറ്റു. ആദ്യ പകുതിയിൽ മാത്രമേ എമി മാർട്ടിനസ് കളത്തിലുണ്ടായിരുന്നുള്ളൂ. 2 ഗോൾ അപ്പോഴേക്കും അദ്ദേഹം വഴങ്ങുകയും ചെയ്തിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ചില അബദ്ധങ്ങളാണ്. 2 പ്രധാനപ്പെട്ട എറേഴ്സ് അദ്ദേഹത്തിന് പറ്റി. ഒന്ന്, ഗോളൊക്കെ വന്നതിന് ശേഷമാണ് നിക്കോ ജാക്സൺ തുടക്കത്തിൽ തന്നെ അവർക്ക് വേണ്ടി ഗോൾ അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ആ ഗോളിൽ തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാമായിരുന്നു, തടയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലേറ്റ് റിയാക്ഷനാണ് അവിടെ സംഭവിച്ചത് എന്ന് TYC സ്പോർട്സ് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷം ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു എറർ വരുന്നുണ്ട്. അതായത് പാവോ ടോറസ് അദ്ദേഹത്തിന് ബോൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു ബോൾ പിടിച്ചിങ്ങനെ വളരെ പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. അത് വീണ്ടും അദ്ദേഹം കൈകൊണ്ട് എടുക്കുന്നു. സോ ബാക്ക് പാസ് കൈകൊണ്ട് എടുത്തു എന്നുള്ളതാണ് ആ ഒരു ഘട്ടത്തിൽ റഫറി വിധിക്കുന്നത്. റഫറി ആ ഒരു മണ്ടത്തരത്തിന് ഇൻഡയറക്റ്റ് ഫ്രീ കിക്കാണ് കൊടുത്തത്. ഏതായാലും ആ ഫ്രീ കിക്ക് അദ്ദേഹം സേവ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഓൾമോസ്റ്റ് ജാക്സൺ അദ്ദേഹം ഒരു ഫ്രീ ഗിഫ്റ്റ് പോലെ ബോൾ കൊടുത്തു എന്ന് തോന്നിപ്പോയി. അദ്ദേഹം അത് തൻ്റെ സഹതാരത്തിന് ബോൾ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അത് ചെൽസി താരം പന്തെടുത്തു, ഗോൾ അടിക്കുമെന്ന് തോന്നി. പക്ഷേ അവിടെ അദ്ദേഹം വീണ്ടും റിക്കവർ ചെയ്ത് ഇത് സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 കളി കൈവിട്ടു പോകാവുന്ന മിസ്റ്റേക്സ് അദ്ദേഹത്തിന് പറ്റി. ഏതായാലും ഒടുവിൽ അദ്ദേഹത്തിന് എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോൾ കൂടി അദ്ദേഹം വഴങ്ങുന്നുണ്ട്. അതിനുശേഷം ആണ് ആ ഒരു പരിക്ക് പറ്റുന്നത്. അദ്ദേഹം കൊളൈഡായിട്ട് വീഴുന്ന ഒരു പെയിൻ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് 2ാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും എമിലിയാനോ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ദിവസമായിരുന്നില്ല. ആ അർത്ഥത്തിലാണ് എമിക്കിത് ബ്ലാക്ക് സൺഡേ എന്ന് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.